ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാൻ തിരിച്ചൊരു പ്രത്യാക്രമണം നടത്തുമെന്നൊരു വാർത്ത ലഭിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ലോറൻസ് ചേരുന്നുണ്ട്. ഇപ്പോൾ ആക്രമണത്തിനുള്ള തിരിച്ചടി വളരെ ശക്തമാകുമെന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നും റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. തങ്ങൾക്ക് ഭയമില്ല എന്നാണ് ഇറാൻ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഏറ്റവും പുതിയ വിവരം ഇറാൻ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇറാൻ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇറാനിൽ നിന്ന് ഏറെക്കുറെ ഒരു 6600 കിലോമീറ്റർ അകലെയാണ് ഒരുപക്ഷെ ഈ ഇസ്രായേൽ എന്നുള്ള രാജ്യത്തിൻ്റെ സ്ഥിതി. അപ്പോൾ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ വിക്ഷേപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടത്തി എന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഔദ്യോഗികമായി ഇസ്രായേൽ സേനയുടെ വിശദീകരണം വന്നിരിക്കുന്നത്. അതായത് ഇറാൻ അയച്ച മിസൈലിനെ നിർവീര്യമാക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പശ്ചിമേഷ്യയിൽ യുദ്ധം തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ആക്രമിക്കുന്നു. ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ യുദ്ധം തുടങ്ങിയിരിക്കുന്നു. ചുരുക്കത്തിൽ ലോകം യുദ്ധഭീതിയിലാണ്. പശ്ചിമേഷ്യയും മധ്യേഷ്യയും യുദ്ധഭീതിയിലാണ്, അല്ലെങ്കിൽ യുദ്ധത്തിലാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാൻ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അതിന് മുന്നോടിയായിട്ടാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും, അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ ജനങ്ങളെ ബങ്കറിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഏതായാലും ഇറാൻ്റെ ആക്രമണം ഇപ്പോൾ ഫലപ്രദമായി തടഞ്ഞിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അരുണിമ, തന്നെയാണ് ഇപ്പോൾ ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ ഇറാൻ തിരിച്ചടിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതിന് മുൻപ് തന്നെ ആക്രമണത്തിലുള്ള തിരിച്ചടി കടുത്തതാകുമെന്ന് ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ തങ്ങളുടെ പൗരന്മാരോട് ബങ്കറുകളിലും മറ്റ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനും ഒക്കെ ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരുന്നു. ഇപ്പോഴിതാ ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നു എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇറാൻ മാധ്യമങ്ങൾ നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. തങ്ങൾക്ക് നൽകിയ ആക്രമണത്തിന് വലിയ ശക്തമായ തിരിച്ചടി ഉണ്ടാകുക എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തായാലും തങ്ങൾക്ക് ആരെയും ഭയമില്ല എന്നും ഒരാക്രമണത്തിലും ഞങ്ങൾ തളരുകയില്ല എന്നും ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോഴിതാ ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇസ്രായേലിലെ പൗരന്മാരോട് നേരത്തെ തന്നെ ഇസ്രായേൽ ഇത്തരത്തിൽ ബങ്കറുകൾ തുടരാനും അതുപോലെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് പോകാനും ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ ഇറാൻ വീണ്ടും ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും അമേരിക്കയുമായി ഇസ്രായേൽ നടത്തിയൊരു സംയുക്ത ആക്രമണത്തിനാണ് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ ഒരു ആക്രമണത്തിൽ സ്ഥിരീകരിച്ചിരുന്നു. തീവ്രവാദം സ്പോൺസർ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇതെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, ഇപ്പോൾ ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് ഈ ഒരു പ്രത്യാക്രമണം വളരെ കടുത്തതായിരിക്കുമെന്നൊരു മുന്നറിയിപ്പ് ഇറാന്റെ മാധ്യമങ്ങൾ വഴി പുറത്തോട്ട് വരുന്നുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഇറാൻ പറഞ്ഞതുപോലെ തന്നെ ഇറാൻ ഇപ്പോൾ പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. വലിയ രീതിയിൽ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ നേരത്തെ തന്നെ, അല്ലെങ്കിൽ മിനിറ്റുകൾക്ക് മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ ഇറാൻ പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഇസ്രായേൽ പ്രതിരോധ സൈന്യം തന്നെ ആ കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അവരുടെ ഇസ്രായേൽ പ്രതിരോധ സൈന്യത്തിൻ്റെ ഔദ്യോഗിക വിവരങ്ങൾ നൽകുന്ന അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മാർഗനിർദ്ദേശം പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ നഗരങ്ങളിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്നും ബാലിസ്റ്റിക് മിസൈലുകളുടെ ആക്രമണം ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ സൈന്യം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഫലപ്രദമായ മിസൈൽ പ്രതിരോധ സംവിധാനമുള്ള ഒരു രാജ്യമാണ്. അതായത് അയൺ ഡോം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ബാലിസ്റ്റിക്, അതുപോലെ തന്നെ ദീർഘദൂര, ഹ്രസ്വദൂര എന്ത് മിസൈലുകളും ആയിക്കോട്ടെ അവയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും മികച്ച സംവിധാനമുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനമുള്ള രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാന്റെ ആദ്യഘട്ട ആക്രമണത്തിൽ ഈ വന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ അവകാശവാദം എന്ന് പറയുന്നത്. 70ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ആദ്യ നടപടി അല്ലെങ്കിൽ പ്രത്യാക്രമണത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം ഇസ്രായേലിന് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. മാത്രമല്ല,
ഇറാനിൽ നിന്നുള്ള ഈ ഒരു ഭീഷണിയെ ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇറാൻ എന്തായാലും ഈ ആക്രമണമുണ്ടായി മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ തിരിച്ചടി നൽകിയിരിക്കുകയാണ്. ഇറാൻ തിരിച്ചടിക്കാൻ ആരംഭിച്ചാൽ അത് ഇസ്രായേലിൻ്റെ കൈകളിൽ ആയിരിക്കില്ല. അതിൻ്റെ അവസാനം ഒരു യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സംഘർഷം ആരംഭിക്കുകയാണെങ്കിൽ അതിൻ്റെ അന്ത്യം ഇസ്രായേലിൻ്റെ കൈകളിലായിരിക്കില്ല, അത് ഇറാൻ ആയിരിക്കും നടത്തുക എന്ന് ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ തങ്ങളുടെ അതിർത്തിക്ക് നേരെ മിസൈലുകൾ വന്നു എന്നുള്ളത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതായത് അവർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് അല്പസമയം മുൻപ് ഇസ്രായേൽ പ്രതിരോധ സൈന്യം ഇറാനിൽ നിന്നും സ്റ്റേറ്റ് ഓഫ് ഇസ്രായേലിന് നേരെ വന്ന മിസൈലുകളെ തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ ഈ പ്രതിരോധ നിരയിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നും ഇപ്പോൾ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലി എയർഫോഴ്സ് അല്ലെങ്കിൽ ഇസ്രായേലി വ്യോമസേന ഈ ഒരു ബാലിസ്റ്റിക് മിസൈലുകൾ തടുക്കുന്നതിൻ്റെ ഭാഗമായി സ്ട്രൈക്കുകൾ നടത്തിയേക്കാം. അതുകൊണ്ട് തന്നെ എയർഫോഴ്സ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ വ്യോമ ആക്രമണങ്ങൾ തടയുന്നതിനും തിരിച്ചറിയുന്നതിനുമുള്ള പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ നിലവിൽ ഷെൽട്ടറുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ കഴിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെവറൽ ഏരിയാസ്, അതായത് വിവിധ പ്രദേശങ്ങളിൽ ഈ ഒരു 70ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ വിവിധ പ്രദേശങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പതിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തൊടുത്തിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് ഇറാനും തിരിച്ച് മിസൈലുകൾ അയച്ചിരിക്കുകയാണ്. ഇസ്രായേലിനെതിരെ കൃത്യമായ പ്രതികാരം ചെയ്യാനും തിരിച്ചടി നൽകാനും ഇറാൻ തയ്യാറെടുക്കുകയാണ് എന്ന് ഇറാൻ്റെ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന് മുന്നോടിയായാണ് ഇപ്പോൾ ഇറാൻ്റെ നേതാക്കളെ എല്ലാം തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ചെയിൻ ഓഫ് കമാൻഡ് അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ തൊട്ടുള്ള നേതാക്കളെയെല്ലാം സുരക്ഷിതരാക്കിയ ശേഷം യുദ്ധം അല്ലെങ്കിൽ സംഘർഷം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇറാൻ. എന്തായാലും കൃത്യമായി ഇപ്പോൾ ആ സമയത്തിൽ തന്നെ ഇസ്രായേലിനെ ഇറാൻ തിരിച്ച് മറുപടി നൽകിയിരിക്കുകയാണ്. ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഇറാനിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ഇസ്രായേലിന് മറുപടി നൽകിയിരിക്കുന്നത്. നേരത്തെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇറാനിലെ അഞ്ചോളം നഗരങ്ങൾ വലിയ രീതിയിൽ നാശനഷ്ടം സംഭവിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇറാൻ ഭീഷണി നൽകുന്നതും അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ തിരിച്ചടിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ ഇസ്രായേൽ പ്രതിരോധ സൈന്യം നൽകുന്ന ഒരു വിവരമനുസരിച്ച് ഈ മിസൈലുകൾ നിർവീര്യമാക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നാശനഷ്ടം ഇസ്രായേലിന് സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു വ്യോമാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് മുൻകൂട്ടി അറിയാനും അതിനെ തടുക്കാനുമുള്ള ഒരു ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം ഇസ്രായേലിനുണ്ട് എന്നത് അവർക്കൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഈ ഒരു ആക്രമണത്തെ തടുക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യക്ക് പിന്നാലെ മറ്റ് രാജ്യങ്ങളും സെക്യൂരിറ്റി അലേർട്ടുകൾ അല്ലെങ്കിൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിലുള്ള US കേന്ദ്രങ്ങൾക്ക് നേരെയും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോൾ ഖത്തറിലുള്ള US എംബസിക്ക് അടക്കം ഉദ്യോഗസ്ഥർക്കടക്കം ഷെൽട്ടർ ഇൻ പ്ലേസ് എന്ന് പറയുന്ന നിർദ്ദേശം, അതായത് എത്രയും വേഗം അവരുടെ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശം അമേരിക്ക നൽകിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇറാൻ ആദ്യഘട്ടത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇസ്രായേലിന് നേരെയാണ്. എങ്കിൽ പോലും ഇതൊരു സംയുക്ത ആക്രമണമായതിനാൽ തന്നെ അമേരിക്കയ്ക്ക് നേരെയും ഇറാൻ്റെ ആക്രമണം നീളാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിനാൽ തന്നെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇറാൻ്റെ അടുത്ത ആക്രമണം ഒരുപക്ഷെ അമേരിക്കയ്ക്ക് നേരെ ആയിരിക്കും എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിലെ US എംബസി ഉദ്യോഗസ്ഥർക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്.
അത് തന്നെയാണ് അതുല്യ. ഇസ്രയേൽ ആക്രമിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഈ ഒരു മണിക്കൂറുകൾ നമുക്ക് ലഭിക്കുന്നത്. മണിക്കൂറുകൾക്കുള്ളിലാണ് ഇപ്പോൾ ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നത്. 70 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇപ്പോൾ ഇറാൻ വിക്ഷേപിച്ചിരിക്കുന്നത് ഒരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇസ്രയേൽ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ, അതായത് ടെഹ്റാന്റെ പല ഭാഗങ്ങളിലായി ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം നടത്തുന്നതിന് പിന്നാലെയായി വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി നൽകുമെന്ന് ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. തങ്ങൾക്കാരെയും ഭയമില്ല, തങ്ങൾ ഈ ഒരു ആക്രമണങ്ങളിലൊന്നും തങ്ങൾ പതറുകയില്ല എന്നൊരു മുന്നറിയിപ്പ് ഇറാന്റെ മാധ്യമങ്ങൾ വഴി ഇത്തരത്തിലൊരു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിനുശേഷം ഇസ്രയേൽ തന്റെ പൗരന്മാരോട് ബങ്കറുകൾ സ്ഥാപിക്കാനും മറ്റ് സുരക്ഷാ ഇടങ്ങളിലേക്ക് മാറാനും ഒക്കെ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇപ്പോഴിതാ ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത്. 70 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇപ്പോൾ ഇറാൻ വിക്ഷേപിച്ചിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിൽ വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നാണ് ഇസ്രായേലിന്റെ ഒരു അവകാശവാദം തന്നെ. ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കി എന്നാണ് ഇസ്രായേൽ അവകാശവാദം ഉണ്ടാകുന്നത്. എന്തായാലും ടെഹ്റാനിലേക്ക് ആക്രമണം നടത്തിയതിന്റെ ഒരു പ്രത്യാക്രമണമായിട്ട് ഇപ്പോഴിതാ ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നു. 70 ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചിരിക്കുന്നു. വീണ്ടും സഹജമാവുകയാണ് ഈ ഒരു പ്രദേശം. എന്തായാലും ലോകം മുഴുവനും ഇപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കയിൽ നിൽക്കുകയാണ്. വീണ്ടും ഇറാൻ തിരിച്ചടിച്ചിരിക്കുകയാണ്. ഇസ്രായേലിനുള്ള പ്രത്യാക്രമണമായിട്ടാണ് ഇപ്പോൾ ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നത്. ഇടവേള.